Peace be upon you. You are watching video from YaQeen Institute for Youth Conversation. For more, please stay tuned. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഉലമാഉൽ അറബിയ ഫിൽ ഹിന്ദ് വ മുഅല്ലഫാത്തുഹും എന്ന പേപ്പറിൻ്റെ പുതിയ ഒരു പാഠമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് അൽ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്നതാണ്. നേരത്തെ മറ്റു വീഡിയോകളിൽ പറഞ്ഞതുപോലെ പാഠപുസ്തകത്തിലെ മുഴുവൻ വരികളും നമ്മൾ വായിച്ചു പോകുന്നില്ല, മറിച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും, ചില ഭാഗങ്ങൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മാറ്റം വരുത്തിയിരിക്കുന്ന പാഠഭാഗം ലഭിക്കണമെന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് എസ്എ സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്താനും പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹുവ ഷെയ്ഖുൽ ഇസ്ലാം ഹക്കീമുൽ ഉമ്മ ഹുജ്ജത്തുൽ അനാം അഹ്മദ് അൽ മഅറൂഫ് ബി ഷാഹ് വലിയുല്ലാഹി അദ്ദഹ്ലവി അൽ ഉമരി. അദ്ദേഹം ഷാഹ് വലിയുല്ലാഹി അദ്ദഹ്ലവി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് എന്ന വ്യക്തിയാണ്. ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഹക്കീമുൽ ഉമ്മത്താണ്, ഹുജ്ജത്തുൽ അനാമാണ്. ഇത് ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്ത പണ്ഡിതന്മാർക്കും ഉലമാക്കൾക്കുമൊക്കെ നൽകിപ്പോരുന്ന സ്ഥാനപ്പേരുകളാണ്. ഷെയ്ഖ് എന്നതും ഹക്കീം എന്നതും ഹുജ്ജത്ത് എന്നതൊക്കെ. ഓക്കെ, ഹുജ്ജത്തുൽ അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ തന്നെ ഹുജ്ജത്ത് എന്നാണ് അർത്ഥം. ഉലിദ ഫി അറാബിയ മിൻ ഷവ്വാൽ സനത്ത് 1114 ഹിജ്രിയ 1702 മീലാദിയ. ഈ പറഞ്ഞ ഡേറ്റിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ബി ബലദത്ത് ഫുലത്ത് അൽ വാഖിയ അല മസാഫത്തി മിൻ ഡൽഹി ബി മുഖാത്തഅത്തി മുളഫർ നഗർ. ഡൽഹിന്ന് ഒരു ഇത്തിരി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ UP-യിലെ മുളഫർ നഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവിടെയുള്ള ഫുലത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. മുളഫർ നഗർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭീകരമായ വർഗീയ കലാപങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. മുസഫർ നഗർ എന്നൊക്കെയാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടാവുക. വയസ്സലു നസബഹു ഇല അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് വരെ എത്തിച്ചേരുന്നതാണ്. വക്കാനത്ത് ഉസ്റത്തുഹു അരീഖത്തുൻ ഫിൽ ഉലൂമി വത്തഖ്വ. അദ്ദേഹത്തിൻ്റെ ഫാമിലി വിജ്ഞാനത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും ഒക്കെ കാര്യത്തിൽ അങ്ങേയറ്റം വേരൂന്നിയ ഒരു ഫാമിലിയാണ്. വസ്തഗല കസീറും മിൻ അജ്ദാദിഹിം ബിൽ ഖലാഇ വൽ ഫതായ വതദ്രീസ്. അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായ അഥവാ വല്യുപ്പമാരായ പലരും ജഡ്ജ്മെൻറ്റിലും ഫത്വകൾ നൽകുന്നതിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നൽകുന്നതിലും ഒക്കെ വല്ലാതെ വ്യാപൃതരായിരുന്ന ആളുകളായിരുന്നു. അയ്യാമ ഹുക്കുമുൽ മുസ്ലിമീന ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ. വക്കാന വാലിദുഹു അഷെയ്ഖ് അബ്ദുർ റഹീം മിൻ ളിംനിൽ ഉലമാഇൽ ലദീന റത്തബുൽ ഫതായ അൽ ഹിന്ദിയ. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിത്വം മിൻ ളിംനിൽ ഉലമാ അല്ലദീന റത്തബുൽ ഫതായ അൽ ഹിന്ദിയ, ഫത്വകൾ ക്രമീകരിച്ചിരുന്ന അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്തിരുന്ന ഉലമാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. ഹസ്ബത്ത് ബിൻ മിന സുൽത്താൻ ഔറംഗസീബ് ആലംഗിരി. പ്രത്യേകിച്ച് ഔറംഗസീബ് ആലംഗിരി എന്ന മുഗൾ ചക്രവർത്തിയുടെ അഭ്യർത്ഥന പ്രകാരം ഫത്വകളൊക്കെ ക്രമീകരിച്ചിരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ്. വഹുവല്ലദി അസ്സസ ഫി ഡൽഹി അൽ മദ്രസത്തുർ റഹീമിയ. അദ്ദേഹമാണ് ഡൽഹിയിൽ അൽ മദ്രസ റഹീമിയ എന്ന സ്ഥാപനം സ്ഥാപിച്ചത്. അല്ലത്തി ലല്ലത്ത് മനാറത്തുൽ ഇൽമി വൽ ഹുദ സമനൻ ത്വബീലൻ. ആ സ്ഥാപനം ദീർഘകാലം ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഒക്കെ പ്രകാശഗോപുരമായിരുന്നു. വഫി അയ്യാമി ദഹ്ലവി. ദഹ്ലവികളുടെ കാലത്ത് വഅഫത്ത് ദൗലത്തുൽ മുഗൾ സാമ്രാജ്യം ക്ഷയിക്കുകയുണ്ടായി. വക്തസറത്ത് സുൽത്തത്തുഹും അല ദാഖിലി മദീനത്തി ഡൽഹി. അവരുടെ അധികാരം ഡൽഹി പട്ടണത്തിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. വബിൽ അഹറ നഖൂലു ദാഖിലൽ ഖൽഅത്തിൽ ഹംറ. അതിപ്പോൾ ചെങ്കോട്ടയ്ക്കകത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. വബിൽ അഹ്റ എന്ന് പറഞ്ഞാൽ ബെറ്റർ ടു സേ, ഇങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. ദാഖിലൽ ഖൽഅത്തിൽ ഹംറ, ചെങ്കോട്ടക്കകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലും. അതൊരു പ്രയോഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബിൽ അഹ്റാഇ നഖൂൽ എന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മസീറത്തുൽ ഇൽമിയ വൈജ്ഞാനിക യാത്രകളെക്കുറിച്ച് പരിശോധിക്കാം. ബഅദ അൻ തലക്ക മബാദിഉൽ ഉലൂം ഫി മൗത്തിനിഹി ഫുലത്ത്. തൻ്റെ നാടായ ഫുലത്തിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇൻതഖലൽ ഇമാം വലിയുല്ലാഹി ഇല മഖരി അബീഹി ബി ഡൽഹി. തൻ്റെ പിതാവിൻ്റെ കേന്ദ്രമായ ഡൽഹിയിലേക്ക് അദ്ദേഹം നീങ്ങി. വ തഅല്ലമ ഫീഹ. അവിടെ വെച്ചാണ് ബാക്കി പഠനം തുടർന്നത്. വ ആഷ മൗലമി അയ്യാമിഹി ഹുനാക്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അവിടെയാണ് ജീവിച്ചു തീർത്തതും.
വന്തഹ മിൻ ദിറാസത്തിൽ ഉലൂം, അദ്ദേഹം വൈജ്ഞാനിക പഠനം പൂർത്തീകരിച്ചത് വഹുവ ഇബ്നു 15 സന, വെറും 15 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു. വബഅദ വഫാത്തി വാലിദിഹി, പിതാവിൻ്റെ മരണശേഷം ഇഷ്തഗല ബി തദ്രീസിൽ കുതുബി ദീനിയ വൽ അഖലിയ, ദീനിയായ അതുപോലെ തന്നെ അഖലിയായ കിതാബുകളൊക്കെ പഠിപ്പിക്കുന്നതിൽ ഇദ്ദേഹം വ്യാപൃതനായി. ജുഹാഹ 12 സന, ഏറെക്കുറെ 12 വർഷക്കാലം. ജുഹ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ, അപ്രോക്സിമേറ്റ്ലി എന്നർത്ഥം. വസ്തത യുൻകിഹിമിനൽ ഉലൂം മാ ഖദ് ദറസഹ സാബിക്കാൻ, ഈ കാലഘട്ടത്തിൽ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള പല വിവരങ്ങളെയും അദ്ദേഹത്തിന് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം നടത്താനൊക്കെ സാധിക്കുകയുണ്ടായി. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠനം പൂർത്തീകരിച്ച് അധ്യാപനത്തിലേക്ക് നീങ്ങിയ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വിചിന്തനം നടത്താനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും ഒക്കെ സാധിക്കുകയുണ്ടായി. വബഅദ ദിറാസത്തിൽ മദാഹിബിൽ അർബ, 4 മദ്ഹബുകളെ കുറിച്ചുള്ള പഠനം, വഖുതുബിഹ, അതിൻ്റെ കിതാബുകളെ കുറിച്ചുള്ള പഠനം, വൽ അഹാദീസുല്ലത്തി തസ്തദില്ലു ബിഹ ഹാദിഹിൽ മദാഹിബ്, ഈ മദ്ഹബുകളൊക്കെ തെളിവുപിടിക്കുന്ന ഹദീസുകളെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ പൂർത്തിയായതിനു ശേഷം അറഫ, അദ്ദേഹം മനസ്സിലാക്കി, ബി ബസീറത്തിഹി, നല്ല ഉൾക്കാഴ്ചയോടുകൂടി, അന്ന തരീഖൻ നാജിഹ്, ഏറ്റവും വിജയകരമായ മാർഗം എന്നത് ഹുവ അത്തരീഖുൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ, ഫുഖഹാക്കളുടെയും മുഹദ്ദിസീങ്ങളുടെയും വഴിയാണ് എന്നത്. വബദദാലിക സാഫറ ഇലൽ ഹറമൈൻ, ശേഷം അദ്ദേഹം മക്ക മദീനയിലേക്ക് യാത്രയായി. ഹറമൈൻ എന്നത് കാബയും മസ്ജിദ് നബവിയാണ് ഉദ്ദേശിക്കുന്നത്. വഹജ്ജ മറത്തൈൻ, 2 പ്രാവശ്യം ഹജ്ജ് ചെയ്യുകയുണ്ടായി. വഫി അസ്നാ ഇഖാമത്തിഹി ഫിൽ ഹറമൈൻ 14 ഷഹറൻ, അദ്ദേഹം ഹറമൈനിൽ 14 മാസക്കാലം താമസിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഇസ്തഫാദ മിൻ മുഅല്ലമിൽ ഉലമാ, അവിടുത്തെ വമ്പിച്ച വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കുകയുണ്ടായി. വസമിയ മിൻഹും, അവരിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ കേട്ടുപഠിച്ചു. വറവൽ ഹദീസ് അൻഹും, അവരിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. വബിൻ അഖസ്സി അസാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഉസ്താദുമാരെ പരിചയപ്പെടാം. ഒന്ന് അഷേഖ് അബൂ താഹിർ അൽ മദനി അല്ലദി അജാസഹു ഇജാസത്തൻ ഷാമില, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് പൂർണ്ണമായ ഇജാസത്ത് നൽകിയത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഓരോ വലിയ പണ്ഡിതന്മാരും തങ്ങളുടെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു പ്രത്യേകതരം സർട്ടിഫിക്കേഷനാണ് ഇജാസത്ത് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ശിഷ്യന്മാർക്ക് മറ്റൊരിടത്ത് പോയിട്ട് അത് എന്താണോ പഠിച്ചത് അത് പഠിപ്പിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. വദക്കറ നഷാത്താത്തിഹി അൽ ഇൽമിയ ബിൽ ഹറമൈനി ഫി റിസാലത്തി സമ്മാഹ ഇൻസാനുൽ ഐനി ഫി മശായിഖിൽ ഹറമൈൻ, അദ്ദേഹം തൻ്റെ ഇൻസാനുൽ ഐനി ഫി മശായിഖിൽ ഹറമൈൻ എന്ന പേരിലുള്ള ലേഖനത്തിൽ മക്കയിലെയും മദീനയിലെയും വൈജ്ഞാനികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫഖദ് ഖറ അൽ മുഅത്ത ലിൽ ഇമാം മാലിക് ബിൻ അനസ്, അദ്ദേഹം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅത്ത പൂർണ്ണമായും വായിക്കുകയുണ്ടായി. ബി റിവായത്ത് യഹ്യ ബിൻ യഹ്യ അസ്സമൂദി, ഇദ്ദേഹം റിവായത്ത് ചെയ്ത കിതാബാണത്, കാമിലൻ പൂർണ്ണമായിട്ടും. അല ഷെയ്ഖ് മുഹമ്മദ് വഫ്ദുല്ലാഹിൽ മാലിക്കി ബി മക്കത്തൽ മുക്കറമ, മക്കയിലെ മുഹമ്മദ് വഫ്ദുല്ലാഹിൽ മാലിക്കിയിൽ നിന്നാണ് അദ്ദേഹം അത് വായിച്ചെടുത്തത്. ഇങ്ങനെ സ്വന്തമായിട്ട് വായിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇവരിങ്ങനെ വേറൊരാളുടെ കീഴിൽ വായിക്കുന്നത്, വേറൊരു ഉസ്താദിൻ്റെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ കീഴിൽ വായിക്കുമ്പോൾ അതിന് ആധികാരികത കൂടുമെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഇജാസത്ത് കിട്ടുകയും ചെയ്യും എന്നാണ് അതിൻ്റെ കാര്യം. കമാ ഖറ അൽ ഹദീസ് ഐദൻ അല ഷെയ്ഖ് താജുദ്ദീൻ അൽ ഖൽഇ അൽ ഹനഫി, ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹം ഹദീസ് വായിച്ചു പഠിക്കുകയുണ്ടായി. മുഫ്തിയിൽ ഹറമിൽ മക്കി, അദ്ദേഹം മക്കയിലെ ഹറമിലെ മുഫ്തിയാണ്. അത് ഇദ്ദേഹം ഹനഫിയാണ്. നേരത്തെ പറഞ്ഞ ആൾ മാലിക്കിയാണ്, ഇപ്പം പറഞ്ഞ ആൾ ഹനഫിയാണ്. ഇനി പറയാൻ പോകുന്നത് അബി ത്വാഹിർ മുഹമ്മദ് അൽ കർദി അഷാഫി അക്സർ മിമ്മ തലഖ അൻ ഗൈരിഹി, മറ്റാരിൽ നിന്ന് പഠിച്ചതിനേക്കാളും ഏറെ ഇദ്ദേഹം പഠിച്ചത് അബൂ താഹിർ മുഹമ്മദ് അൽ കർദി എന്ന് പറയുന്ന ഷാഫി പണ്ഡിതന്റെ കയ്യിൽ നിന്നാണ്. തീർന്നിട്ടില്ല. ഫഖറ അലൈഹി സഹീഹുൽ ഇമാം അൽ ബുഖാരി കാമിലൻ, ഇദ്ദേഹത്തിൽ നിന്ന് സഹീഹ് ബുഖാരി മുഴുവനായും വായിച്ചു. വഖുത്ബൻ ഉഖ്റ, വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ലൈക്ക് ഹിസ്ബുൽ ബഹർ ലിൽ ഇമാം ഷാദിലി, വഖുവത്തുൽ ഖുലൂബ് ലിൽ ഇമാം അബി ത്വാലിബിൽ മക്കി തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെയും അദ്ദേഹത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. വഹുലം യകുൻ യുദരിസുഹു, അദ്ദേഹം ഈ ഷാ വലിയുല്ലാഹ് ദഹ്ലവിയെ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, ബൽ കാന ലഹുൽ മുറബ്ബി വൽ മുർഷിദുർ റൂഹി, ഇദ്ദേഹത്തിൻ്റെ മുറബ്ബിയും റൂഹിയായ മുർഷിദും കൂടിയായിരുന്നു. ഇതൊക്കെ സൂഫി ടേംസ് ആണ്.
വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞങ്ങ് പോവുകയാണ്. റജഅൽ ഇമാം ദഹ്ലവി ഇലൽ ഹിന്ദ്, അങ്ങനെ അദ്ദേഹം 1733 ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. വസ്തഅനഫ തദ്രീസു ഫിൽ മദ്രസത്തി റഹീമിയ, നേരത്തെ പറഞ്ഞ മദ്രസ റഹീമിയയിൽ അദ്ദേഹം അധ്യാപനം ആരംഭിക്കുകയും ഉണ്ടായി. ഫഖദ് കാന മുഫസ്സിറൻ വമുഹദ്ദിസൻ വഫഖീഹൻ വമുതകല്ലിമൻ വസൂഫിയൻ വഫൈലസൂഫിയൻ വമുബ്ദിഅൻ വശായിറൻ ഫിൽ അറബിയ വൽ ഫാരിസിയ മിമ്മാ ജഅലഹു ശഖ്സിയത്തുൻ റായിദ ഫിൽ ഖർനി الثاني عشر الهجرية لا في الهند فحسب بل في العالم الإسلامي كله. ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങേറ്റം പ്രശോഭിതമായ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, ഫക്കീഹാണ്, മുതകല്ലിമാണ്, സൂഫിയാണ്, ഫൈലസൂഫാണ് അഥവാ ഫിലോസഫറാണ്, മുബദ്ദിഅാണ് അഥവാ നവോത്ഥാന നായകനാണ്, ഷായിറാണ്, അത് അറബിയിലും പേർഷ്യൻ ഭാഷയിലുമൊക്കെ. മാത്രമല്ല വിലയേറിയ വ്യക്തിത്വമുള്ള ആളായിരുന്നു. ഫിൽ ഖർനി സാനി അഷറ, 12ാം നൂറ്റാണ്ടിലെ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ബൽ ഫിൽ ആലമിൽ ഇസ്ലാമി കുല്ലി, ലോക മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയും ഇദ്ദേഹം പ്രശസ്തനായ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം നോക്കിക്കാണുകയുണ്ടായി അന്ന താലിമുൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ വിജ്ഞാനം, ലൻ തബ്ക ഫി സൂറത്തിഹ സ്വഹീഹ, ശരിയായ രൂപത്തിലല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത്. മാലം യബ്ഖ നിലാമുൽ ഹുക്മുദ്ദീനി ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്നതുപോലെ ഏറ്റവും ശരിയായ രൂപത്തിലല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വഅദ്റക ഷാഹ് വലിയുല്ലാഹി അഹ്മിയത്ത് തർജുമത്തിൽ ഖുർആൻ അൽ കരീം ഇലൽ ലുഗത്തിൽ ഫാരിസിയ, മാത്രമല്ല പേർഷ്യൻ ഭാഷയിലേക്ക് ഖുർആൻ തർജ്ജമ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അഹ്മിയത്ത് തർജമത്തിൽ ഖുർആൻ, കാരണം എന്താ അറിയോ? ലി അന്നഹ കാനത്ത് വഖ്ത ഇതിൻ ലുഗത്തു തഫാഹും വത്തഅലീഫ് വലുഗത്തു ദൗലത്ത് റസ്മിയ, കാരണം അക്കാലത്ത് പേർഷ്യൻ ഭാഷയായിരുന്നു രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക ഭാഷ. അതുപോലെ തന്നെ രചനകളെല്ലാം നടക്കുന്നത് ആ ഭാഷയിലായിരുന്നു. അധ്യാപനങ്ങളും പഠനങ്ങളും ചർച്ചകളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പേർഷ്യൻ ഭാഷയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അക്മല ദാലിക, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പണി പൂർത്തിയാക്കി. സുമ്മ അല്ലഫ ഇദ്ദത റസാഇൽ ഫി ഉസൂൽ തഫ്സീർ അൽ ഖുർആൻ കരീം, പിന്നെ അദ്ദേഹം ഉസൂൽ തഫ്സീറിൽ നിരവധിയായ ലേഖനങ്ങളും പഠനങ്ങളുമൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. ഈ പാഠഭാഗത്തിൻ്റെ ദൈർഘ്യം കാരണം നമ്മളിത് 2-3 പാർട്ടുകളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പാരഗ്രാഫ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.